ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ ഏറ്റവും പുതിയ നേട്ടങ്ങളെക്കുറിച്ച്, ലാലേട്ടന്റെ ഒരു സ്റ്റാർഡത്തിന്റെ വേറെ ലെവലിനെ കുറിച്ചെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. ലാലേട്ടന്റെ തുടരും എന്ന സിനിമയുടെ കേരള ഗ്രോസ് അങ്ങനെ ഇന്നത്തോടെ 13 ദിവസങ്ങൾ കൊണ്ട് 80 കോടി കളക്ഷൻ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ. തുടരും സിനിമയുടെ 80 കോടി കേരള കളക്ഷനോടെ ലാലേട്ടന്റെ കരിയറിലെ മൂന്നാമത്തെ 80 കോടിയിലധികം കളക്ഷനാണ് ലാലേട്ടൻ കാണുന്നത് കേരള ബോക്സ് ഓഫീസിൽ. ആദ്യത്തെ 80 കോടിയിലധികം കേരള ഗ്രോസ് പിന്നിട്ട സിനിമ പുലിമുരുകൻ എന്ന സിനിമയാണ്. 2016 സിനിമ റിലീസ് ചെയ്തത്. രണ്ടാമത്തെ 80 കോടിയിലധികം കേരള ഗ്രോസ് പിന്നിട്ടത് എമ്പുരാൻ എന്ന സിനിമയിലൂടെയായിരുന്നു. അത് ഇക്കഴിഞ്ഞ മാർച്ച് മാസം റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതുതായിട്ട് തുടരും എന്ന സിനിമയിലൂടെയാണ് ലാലേട്ടൻ 80 കോടിയിലധികം കേരള ഗ്രോസ് കളക്ഷൻ കണ്ടിരിക്കുന്നത്. ലാലേട്ടന്റെ ആദ്യ 80 കോടി പുലിമുരുകൻ എന്ന സിനിമയിലൂടെ നേടിയെടുത്ത് രണ്ടാമത്തെ 80 കോടി നേടിയെടുക്കാനായിട്ട് 9 വർഷത്തിനടുത്ത് സമയം വേണ്ടി വന്നെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും 80 കോടിയിലധികം കേരള ഗ്രോസ് നേടിയെടുക്കാനായിട്ട് ലാലേട്ടന് വേണ്ടി വന്നത് വെറും 1 മാസം സമയം മാത്രമാണ്. ഒരു മലയാള സിനിമാ ചരിത്രത്തിലെ എന്നല്ല, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ വലിയ കളക്ഷൻ നേട്ടമാണ് ലാലേട്ടൻ ഇപ്പോഴത്തെ ഹോം ടെറിട്ടറിയിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ 80 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത ലാലേട്ടൻ സിനിമകളല്ലാത്ത ഒരു സിനിമ കൂടിയുണ്ട്. അത് 2018 എന്ന സിനിമയാണ്. ഇനി 2025 വർഷത്തിലെ ഓവർസീസിലെ വമ്പൻ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ തുടരും എന്ന സിനിമയുടെ ഓവർസീസ് കളക്ഷൻ $10 മില്യൺ ലക്ഷ്യമിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തിലെ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തത് ഒരു ഹിന്ദി സിനിമയാണല്ലോ, അത് ചാവ എന്ന സിനിമയാണ്. ഇപ്പോഴത്തെ ഈ ബോളിവുഡ് സിനിമയുടെ ഫൈനൽ ഓവർസീസ് കളക്ഷൻ തുടരും പോലൊരു ഫാമിലി ത്രില്ലർ സിനിമ ലോ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ മറികടന്നിരിക്കുകയാണ്. ഇന്നലെ വരെ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ചാവയെ മറികടന്നപ്പോൾ നിലവിലെ 2ാം സ്ഥാനത്ത് തുടരും എത്തപ്പെട്ടിരിക്കുകയാണ്. 1ാം സ്ഥാനത്ത് ആരാണെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അതും ലാലേട്ടന്റെ സിനിമ എമ്പുരാൻ എന്ന സിനിമയാണ്. 1ാം സ്ഥാനത്ത് എമ്പുരാൻ, 2ാം സ്ഥാനത്ത് തുടരും, ഒപ്പം തന്നെ 3ാം സ്ഥാനത്ത് ചാവ, 4ാം സ്ഥാനത്ത് അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി, 5ാം സ്ഥാനത്ത് സിക്കന്ദർ എന്നിങ്ങനെ പോകുന്നു ഈ വർഷത്തിലെ നിലവിലെ ഓവർസീസിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത ഇന്ത്യൻ സിനിമകളുടെ പട്ടിക. അജിത്തിന്റെ ഒരു വൻ പോസിറ്റീവ് ലഭ്യമായ സിനിമയ്ക്ക് പോലും ലാലേട്ടന്റെ ഫാമിലി പടത്തിന്റെ കളക്ഷനിലേക്ക് പോലും എത്തപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അജിത്തിനേക്കാൾ എത്രയോ മുകളിലാണ് ലാലേട്ടന്റെ സ്റ്റാർഡം എന്നൊരിക്കൽ കൂടി വ്യക്തമാകുന്നു. എന്തായാലും എമ്പുരാനെ ഓവർസീസിൽ ഈ വർഷം ഇനി ആര് മറികടക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്.